മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റു മരിച്ച 5.5 വയസ്സുകാരി സിയ ഫാരിസിന്റെ കുടുംബം. കുഞ്ഞിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തെരുവുനായ ശല്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് കൊച്ചി കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. തെരുവുനായ ആക്രമിച്ചതിനു ശേഷം ഉടൻ തന്നെ 5.5 വയസ്സുകാരി സിയ മോളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചതാണ്. എന്നാൽ ഗൗരവം ബോധ്യപ്പെട്ടിട്ടും ഒബ്സർവേഷനിൽ നിർത്താതെ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ചികിത്സാ വീഴ്ചയാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവരെ സമീപിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. തെരുവുനായാക്രമം പെരുകുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ABC സെന്റർ വഴി 14,000 നായ്ക്കളെ വന്ധ്യംകരണം ചെയ്തെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് 24-നോട് പറഞ്ഞു. നമുക്കൊരു അനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഉണ്ട് വെള്ളിമാടുകുന്ന്. 2019 സ്ഥാപിച്ചതാണ്. 6 വർഷം പിന്നിട്ടു. 6 വർഷത്തിനിടയിൽ 14,000 നായ്ക്കളെയാണ് എന്നുവെച്ചാൽ ആണ് പെണ്ണിനെയൊക്കെ നമ്മൾ വന്ധ്യംകരണം നടത്തി പുറത്തുവിട്ടിട്ടുള്ളത്. തെരുവുനാശല്യം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വളരെ കാര്യക്ഷമമായി ഈ രംഗത്ത് ഇപ്പം നിലവിൽ തന്നെ 8,400 ABC ചെയ്തെങ്കിലും അതോടൊപ്പം തന്നെ 3,000 നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്തു, തെരുവായ്ക്കളെ. അത് മിഷൻ റാബിസിൽ നിന്ന് ഗോവ ബേസ് ചെയ്തൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓഗസ്റ്റിൽ ഞങ്ങൾ 10,000 നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കോഴിക്കോട് കൊച്ചി ബ്യൂറോക്കൊപ്പം 24 മലപ്പുറം.